നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കൊട്ടാരം പോലത്തെ ഒരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്കിത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തിരുമലയ്ക്ക് സമീപം പെരുകാവിനടുത്താണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. നമുക്കൊരു വില്ല പ്രോജക്റ്റാണ്. അപ്പോൾ തൊട്ടടുത്തായിട്ട് നമുക്ക് വേറെ വില്ലാസും കാര്യങ്ങളൊക്കെ നമുക്കുള്ള ഒരു ഏരിയ തന്നെയാണ്. നമുക്ക് നിലവിൽ ടാറിട്ട ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയയാണ്, ലോറി സൈറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റെഡി ടു മൂവ് ഓൺ ആയിട്ടിരിക്കുന്ന നല്ല മനോഹരമായ ഒരു വീട്. എലിവേഷൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ഒരു അട്രാക്റ്റീവായിട്ടുള്ള എലിവേഷനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു മനോഹരമായ ഒരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 5 സെൻറ്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് 4 ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും അതുപോലെ തന്നെ ഒരു ബെഡ്റൂം നമുക്ക് നോൺ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടാണ് നമുക്കിത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രം മാറി വരുന്ന ഇത്രയും നല്ല മനോഹരമായ വീട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ്. 5.5 സെൻറ്റ് സ്ഥലത്ത് അപ്പം ഫെയർ പ്രൈസിൽ തന്നെയാണ് നമുക്കൊരു ഇതൊരു സെയിലിൽ വന്നിട്ടുള്ളത്. എലിവേഷൻ വൈസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഒരു ബ്യൂട്ടി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടെ തന്നെ മനോഹരമാക്കുവാനായിട്ട് സ്ട്രിപ്പ് ലൈറ്റാണ് ഫുള്ള് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കടക്കാം. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു വീട്ടിൽ എത്തിപ്പെടാനുള്ള ഡിസ്റ്റൻസ് നമുക്ക് വരുന്നുള്ളൂ. ഇത് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ എൻട്രൻസ് എന്ന് പറയുമ്പോൾ ഇത്രയും നല്ല വിശാലമേറിയ ഒരു എൻട്രൻസ് നമുക്ക് വരുന്നുണ്ട്. വീടിനകത്ത് എത്ര വലിയ വണ്ടിയായാലും എത്ര വലിയ SUV കോമ്പാക്റ്റ് വണ്ടികളായാലും സുഖമായിട്ട് വീടിനകത്ത് നമുക്ക് എടുത്തുകൊണ്ട് പോകാനുള്ള എൻട്രൻസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ടേജാണ് നമുക്ക് വരുന്നത്. 3 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടേജ് വരുന്നുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഉൾപ്പെടെയാണ് നമുക്ക് വരുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ കവേർഡ് കാർ പാർക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു SUV കോമ്പാക്റ്റ് വണ്ടിയൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിൽ വരുന്നുണ്ട്. അത് നമുക്ക് ഫോൾ സീലിംഗ് എല്ലാം തന്നെ സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുമ്പോൾ കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്ത ഒരു ഏരിയ ആണ്. ഈ ഫ്രണ്ടേജ് നമുക്ക് വരുന്നത് ഫുള്ളായിട്ട് നമുക്ക് ഒരു ചെറിയ ഗാർഡൻ പ്രൊവിഷൻ പോലെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഔട്ട്ഡോർ പ്ലാന്റ്സൊക്കെ സുഖമായിട്ട് നമുക്കിവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് വെച്ചേക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു സിറ്റൗട്ടും കാര്യങ്ങളും തന്നെയാണ് വീടിന് വന്നിട്ടുള്ളത്. വാസ്തുപ്രകാരം തന്നെയുള്ള ഒരു വീടാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. 10x7 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു സിറ്റൗട്ടിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഈ ഒരു സിറ്റൗട്ട് കംപ്ലീറ്റ് ആയി തീർത്തുള്ളത്. ഫോൾ സീലിംഗ് എല്ലാം ഈ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗാണ് വന്നേക്കുന്നത്. സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനാക്കി വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രണ്ട് ഡോർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തേക്കിൻ്റെ അടിയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. 2 പാളി വരുന്ന നല്ല മനോഹരമായ എലഗൻ രീതിയിലുള്ള ഒരു ഡോറ് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് പോകാം. സിറ്റൗട്ടിൽ നമ്മൾ നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ടാണ് വരുന്നത്. നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ നമുക്ക് വരുന്നുണ്ട്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ലിവിങ് ഏരിയയിലും അതുപോലെ തന്നെ വീടിനകത്തെല്ലാം കംപ്ലീറ്റ് ആയി കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളാണ് നമുക്ക് ചെയ്തേക്കുന്നത്. അട്രാക്റ്റീവ് ഒരു TV യൂണിറ്റ് ഏരിയ ഉൾപ്പെടെ നമുക്കിവിടെ വരുന്നുണ്ട്. TV യൂണിറ്റിൽ എത്ര വലിയ TV ആയാലും മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമുക്ക് ഒരുക്കൊണ്ടാണ് ഈ ഒരു TV യൂണിറ്റ് എല്ലാം നമുക്ക് ചെയ്തേക്കുന്നത്. താഴെ മുകളിലുമായിട്ട് സൈഡിലായിട്ടൊക്കെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഒരുക്കൊണ്ടാണ് ഈ ഒരു TV യൂണിറ്റ് ഏരിയ പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം വരുന്നുണ്ട്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു മോഡലിലെ ഫോൾ സീലിംഗ് ആണ് നമുക്ക് ഡിസൈൻ കൊടുത്തിട്ടുള്ളതും. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനാക്കി ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. 14x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു സ്പേസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ. അപ്പോൾ നമുക്കൊരു 6-8 ചെയർ വരുന്ന നമുക്ക് ഡൈനിങ് ടേബിൾ ഉൾപ്പെടെ നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. ഡബിൾ ഹൈറ്റിൽ വരുന്ന ഒരു ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ വരുന്നത്. മുകളിൽ നമുക്ക് ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ് നമുക്കിവിടെ കാണുന്നത്. ബാക്ക് മുഴുവൻ നമുക്ക് നല്ല പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലോട്ടിംഗ് ഡിസൈനിൽ വരുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഫിറ്റിങ്സ് ഉൾപ്പെടെയാണ് നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് നമുക്ക് പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡെക്കറേഷനാക്കി കംപ്ലീറ്റ് ആക്കിയാണ് ചെയ്തേക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് കിച്ചൺ വരുന്നത്. അപ്പം നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. ഒരു ഓപ്പൺ മോഡുള്ള രീതിയിലുള്ള അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു എൻട്രൻസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്ത ഒരു കിച്ചണാണ്. നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ഒരു ഭാഗം ഉൾപ്പെടെ നമുക്ക് ഒരു കിച്ചൺ കൗണ്ടറിൻ്റെ അവിടെ വരുന്നുണ്ട്. ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ അകത്തോട്ട് പോകുമ്പോഴത്തേക്കും
കിച്ചണിലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ തീമെല്ലാം നമുക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് പണി ചെയ്ത് തീർത്ത നല്ല മനോഹരമായൊരു കിച്ചൺ. ഫ്ലോറിംഗ് എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് നമുക്ക് ഡെക്കറേഷനാക്കി തീർത്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ളൊരു കിച്ചൺ വർക്ക് നമുക്കാണ് ഇവിടെ ചെയ്യുന്നത്. മോഡുലാർ രീതിയിൽ തന്നെയാണ് കിച്ചണിൻ്റെ പണിയെല്ലാം ചെയ്തേക്കുന്നത്. ഇത് കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനാക്കി നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ചിമ്മിനി ഉൾപ്പെടെ നമുക്കിവിടെ ഓൾറെഡി ഇവിടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു കിച്ചൺ വർക്കാണ് ഇവിടെ ചെയ്തേക്കുന്നത്. നമ്മുടെ കിച്ചണോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ. ഇതെല്ലാം നമുക്ക് കവേർഡായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ്. സിങ്കും സ്ലാബും ഉൾപ്പെടെ നമുക്കിവിടെ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ കിച്ചൺ 12x14 ഡയമെൻഷനാണ് നമുക്ക് കിച്ചണിൻ്റെ ഒരു സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഫോൾ സീലിംഗ് വർക്ക് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. സ്മാർട്ട് സിങ്കാണ് നമുക്ക് ഈ ഒരു കിച്ചണിൽ ഇൻബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 12x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു ബെഡ്റൂം സൈസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇൻബിൽഡായിട്ട് വന്നിട്ടുള്ള ഒരു വാൾറൂംസ് നമുക്ക് അവൈലബിൾ ആണ്. ഓപ്പോസിറ്റായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ഡ്രസ്സിംഗ് മിററും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു റൂം നമുക്കിവിടെ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം ചെയ്താണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഫോൾ സീലിംഗ് വർക്ക്. ഇതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ കാണുന്നതാണ്. അപ്പം റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും നമ്മൾ ചുമരിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബാത്റൂമാണ്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു ബാത്റൂം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. 12x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു ബെഡ്റൂം സൈസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇൻബിൽഡായിട്ട് വരുന്ന വാൾറൂംസ് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നമുക്ക് ഡ്രസ്സിംഗ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രസ്സിംഗ് മിററും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഏരിയ ടേബിളും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആയിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ ആണ്. സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ടാണ് ആ ഒരു ഏരിയ കവറപ്പ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനാക്കിയാണ് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സിനാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് എല്ലാം യൂസ് ആക്കിയിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം മാറ്റ് ഫിനിഷ് ചെയ്യുന്ന ടൈൽസാണ് വരുന്നത്. ഇത് നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് വുഡൻ തേക്കിൻ്റെ അടിയിലാണ് പണി ചെയ്തിട്ടുള്ളത്. അതുപോലെ ഗ്ലാസ് വർക്കാണ് നമുക്ക് വരുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഹാൻഡിൽസ് നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വിശാലമേറിയ സ്റ്റെയറും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് നമുക്ക് നല്ല സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനാക്കിയാണ് കൊടുത്തേക്കുന്നത്. ഇത് നമുക്കൊരു വലിയ ഓപ്പൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഡോ നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സിറ്റിംഗ് ഏരിയ ആണ് നമുക്കിവിടെ വരുന്നത്. അത്യാവശ്യം ഇരിക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. തൊട്ട് മുകളിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വിൻഡോ സൈഡാണ്. ഇത് നമുക്ക് സ്ലൈഡിങ് ഡോറായിട്ടൊക്കെ വരുന്ന ഒരു വിൻഡോയാണ്. അപ്പോൾ ഇതിന് നമ്മൾ നേരെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയയിലോട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ വരുന്നത്. ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റാണിത്. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ലിവിങ് സ്പേസ് ഏരിയ നമുക്കിവിടെ തന്നെ വരുന്നുണ്ട്. 20x24 ഡയമെൻഷൻ വരുന്ന ലിവിങ് ഏരിയ വരുന്നുണ്ട്. നല്ലൊരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് രീതിയിലുള്ള അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് ഏരിയ ഉൾപ്പെടെയാണ് നമുക്കിവിടെ വരുന്നത്. ബാക്കിൽ നമുക്ക് ടെക്സ്ചർ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ് ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ ലിവിങ് ഏരിയ 3 ബെഡ്റൂം ഒരു ബാൽക്കണിയാണ് നമുക്ക് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. 12x14 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ റൂം. കർട്ടൺ ബ്ലിൻസും കാര്യങ്ങളെല്ലാം ഓൾറെഡി നമുക്കിവിടെ എല്ലാ റൂംസിലും കൊടുത്തിട്ടുണ്ട്. വാൾ റൂംസ് നമുക്കിവിടെ ഓൾറെഡി നമുക്കിവിടെ പണി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് താഴെ റൂമിൽ കണ്ടതുപോലെ തന്നെയുള്ള ഡ്രസ്സിംഗ് മിററും അതുപോലെ ഡ്രസ്സിംഗ് ടേബിളും ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്.
മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ്, വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ആയിട്ടാണ് ബാത്റൂംസിലെല്ലാം ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മളീ പോകുന്നത്. 12x12 ഡൈമെൻഷൻ നമുക്ക് ഈ റൂമിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റൂമിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ നോൺ അറ്റാച്ച് ബാത്റൂം ആയിട്ടുള്ള ഒരു ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഫോൾ സീലിംഗ് ആണ്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 12x12 ഡൈമെൻഷൻ ഈ ഒരു റൂമിലും നമുക്ക് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലത്തെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മൾ ഈ പോകുന്നത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലത്തെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂം. നല്ല വിശാലമേറിയ സ്പേസും കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള ഒരു റൂം. വാൾ റൂപ്സ് ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു റൂം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. തൊട്ട് സൈഡിലായിട്ട് നമുക്ക് അയൺ ടേബിളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. തുണിയൊക്കെ തേക്കാൻ ഉപയോഗിക്കുന്ന ടേബിളാണ്. അപ്പോൾ ഇത് നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് ഉൾപ്പെടെ നമുക്ക് വരുന്ന റൂം നമുക്കിവിടെ വരുന്നുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു റൂമിലോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ബാൽക്കണിയിലോട്ട് ഇറങ്ങാനുള്ള സ്പേസ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ബാൽക്കണിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഒരു സ്പേസും കാര്യങ്ങളും നമുക്കിവിടെ വരുന്നുണ്ട്. റെസിഡൻഷ്യൽ ഏരിയയാണ് നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഈ ഒരു റൂമിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ബാൽക്കണി ഏരിയ. സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനാക്കി കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് ഗ്ലാസിൻ്റെ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളതാണ്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം നമുക്ക് വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് നമുക്ക് എല്ലാം ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ ഒരു ബാൽക്കണി സ്പേസ് തന്നെ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് നമ്മൾ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ് വരുന്നത്. അപ്പോൾ ഹാൻഡിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഡിസൈനിലെ ഹാൻഡിൽസാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഫുള്ള് നമുക്ക് ഇരുമ്പിലെ ഹാൻഡിൽസാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. നല്ല മനോഹരമായ രീതിയിൽ ഇത് നമുക്ക് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തിരുമലയ്ക്ക് സമീപം പെരുകാവിനടുത്ത് നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 250 മീറ്റർ മാത്രം മാറി വരുന്ന ഇത്രയും നല്ല മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയ പണി ചെയ്ത മനോഹരമായ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നിങ്ങളിപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസാണ് നമ്മളിനി പറയാൻ പോകുന്നത്. 5.5 സെൻറ്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 1,10,00,000 നമുക്ക് ചോദ്യം വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് തികച്ചും നെഗോഷ്യബിൾ ആണ്. 1,10,00,000 നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീട് നിങ്ങൾക്ക് വന്ന് കാണാൻ ആഗ്രഹമുണ്ടെങ്കിലോ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ടോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. വീട് പർച്ചേസ് ചെയ്യാനുള്ള ലോൺസും കാര്യങ്ങളും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.